പശ്ചിമേഷ്യയിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. ഹോർമുസ് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ. നയതന്ത്ര നീക്കത്തിലൂടെ ബദൽ മാർഗങ്ങൾ തേടുന്നു. ആഭ്യന്തര LPG ഉൽപാദനം കൂട്ടാൻ സാധ്യമായതെല്ലാം ചെയ്തെന്നും മോദി. ഇസ്രായേലിലേക്ക് വ്യാപകാക്രമണം നടത്തി ഇറാൻ. ടെല്ലവീവിൽ കനത്ത നാശം, നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും ശക്തം. ക്രൂഡ് ഓയിൽ വില ഇന്നും 100-ന് മുകളിൽ. മതം മാറിയാൽ പട്ടികജാതി ആനുകൂല്യം കിട്ടില്ലെന്ന് സുപ്രീം കോടതി. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ച ഉത്തരവ്. പട്ടികജാതിയായി കണക്കാക്കാനാകുന്ന ഹിന്ദു, സിഖ്, ബുദ്ധമതക്കാരെ മാത്രം. മറ്റ് മതങ്ങളിലേക്ക് മാറിയാൽ ആനുകൂല്യം നഷ്ടമാകുമെന്നും കോടതി. വിവാദങ്ങൾക്കൊടുവിൽ നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചു. സ്വത്ത് വിവരം മറച്ചുവെച്ചുവെന്ന UDF-ന്റെ പരാതി തള്ളി റിട്ടേണിംഗ് ഓഫീസർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM. കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ്. ഡീൽ ആരോപണം കത്തുന്നു. 10 സീറ്റിൽ BJP CPM ഡീലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോന്നിയിൽ CPM BJP ഡീലുണ്ടെന്ന് UDF കൺവീനർ. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ സത്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ. ഞങ്ങൾ ആ ഡീല് നടന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അത് അവകാശപ്പെടുന്നു പറയുന്നതിനും ചില കാരണങ്ങളുണ്ടല്ലോ. ഞങ്ങളൊന്നും കാണാതെ പറയുന്നവരാണ് എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഡീൽ ആരോപണം വിചിത്രമെന്ന് മുഖ്യമന്ത്രി. ഇതെല്ലാം വെറുതെ ഒരു ഹാഫ് ട്രൂത്ത് എടുത്തിട്ട് ഒരു ഫുൾ നുണ ഉണ്ടാക്കുന്ന ഒരു ശ്രമം. ഞങ്ങളുടെ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. തൃപ്പൂണിത്തറ. ഡീൽ ആരോപണം വിചിത്രമെന്ന് മുഖ്യമന്ത്രി. തൃശൂരും നിയമവും കാട്ടി മറുപടി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. നാട് നീളെ വ്യഭിചരിച്ച് നടന്നയാളെ സതീശൻ ന്യായീകരിച്ചെന്ന് പിണറായി. നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തു. മുഖ്യമന്ത്രി അവൾക്കൊപ്പമല്ല, വൃത്തികേട് കാണിക്കുന്ന അവന്മാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും. കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ ചെറ്റത്തരം പ്രയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. G. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല. സുധാകരന്റേത് രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് പറഞ്ഞത്. അത് നിലപാടിന്റെ ഭാഗമെന്നും വിവാദമാക്കിയതിനു പിന്നിൽ മാധ്യമ അജണ്ടയെന്നും മുഖ്യമന്ത്രി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളി മണ്ഡലത്തിൽ. വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. ചരിത്രമാകാൻ വനിതാ ബിൽ വരുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകും. അതിൽ 273 എണ്ണം വനിതകൾക്ക്. കേരളത്തിൽ 30 ലോക്സഭാ സീറ്റുകളും 210 നിയമസഭാ സീറ്റുകളും.